ഹരിനാമ കീർത്തനത്തിലേക്ക് സ്വാഗതം. ജ്ഞാനം കണക്കെ ഉടൻ അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കുബത കുനോരുദാസിയെ മനോജ്ഞാംഗിയാക്കിയതും ഒന്നല്ലയാള് ഹരിനാരായണായ നമ. ങ ഞ ണ ന മ എന്നീ അക്ഷരങ്ങൾ അനുനാസികങ്ങളാണല്ലോ. നാസികയുടെ സഹായമില്ലാതെ അവ എങ്ങനെയാണ് ഉച്ചരിക്കുക? മൂക്ക് മുറിഞ്ഞുപോയ ഒരാൾക്ക് ഈ അനുനാസികാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഊനം സംഭവിക്കും. ശ്രീരാമലക്ഷ്മണന്മാരും സീതയും പഞ്ചവടിയിൽ പാർക്കും കാലം രാവണന്റെ സഹോദരിയായ ശൂർപ്പണഖ ശ്രീരാമനോട് പ്രണയാഭ്യർത്ഥന നടത്തി. ഒടുവിൽ ശൂർപ്പണഖ എന്ന നക്തഞ്ചരിക്ക് എന്ത് സംഭവിച്ചു? അനുജനായ ലക്ഷ്മണനെ കൊണ്ട് ആ രാക്ഷസിയുടെ നാസികാച്ഛേദം നടത്തി ശ്രീരാമൻ. ശൂർപ്പണഖയുടെ മുഖം വികൃതമായി തീർന്നു. ഇനി കൃഷ്ണാവതാരത്തിലേക്ക് ഒന്ന് എത്തി നോക്കുക. മധുരയിലേക്ക് കംസാജ്ഞപ്രകാരം ബലരാമനെയും ശ്രീകൃഷ്ണനെയും അക്രൂരൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. മധുരയുടെ രാജവീതിയിലൂടെ രാമകൃഷ്ണന്മാർ നടക്കുമ്പോൾ ത്രിവിക്ര എന്ന കുബ്ജയെ അവർ കണ്ടു. കംസന്റെ ദാസിയായ ആ യുവതി കുറിക്കൂട്ടുമായി നടന്നു പോവുകയായിരുന്നു. കൃഷ്ണന് അവളോട് കനിവ് തോന്നി. കൂനുകൊണ്ട് ദേഹം നിവരാത്ത അവളോട് ശ്രീകൃഷ്ണൻ ആ കുറിക്കൂട്ട് ചോദിച്ചു. ആഹ്ലാദത്തോടെ അവൾ അത് കൊടുക്കുകയും ചെയ്തു. ഭഗവാൻ കാരുണ്യത്തോടെ അവളുടെ താടിയിൽ പിടിച്ച് മേലോട്ടുയർത്തിയപ്പോൾ അവൾക്ക് കൂന് നഷ്ടമായി. അതിസുന്ദരിയായി കൂനോരുദാസിയെ മനോജ്ഞാംഗിയാക്കി എന്ന് എഴുത്തച്ഛൻ പ്രസ്താവിക്കുന്നു. നോക്കൂ, രാമാവതാരത്തിൽ തനിക്കരികിൽ പ്രണയാഭ്യർത്ഥനയുമായി വന്ന അതിസുന്ദരി വേഷത്തിലെത്തിയ ശൂർപ്പണഖയെ വികൃതരൂപിയാക്കി വിട്ടു ഭഗവാൻ. ശ്രീകൃഷ്ണാവതാരത്തിലോ വൈകല്യം ബാധിച്ച ഒരാളെ കുബ്ജയെ അതിസുന്ദരിയാക്കി മാറ്റുകയും ചെയ്തു. രണ്ട് അവതാരങ്ങളിലാണ് എങ്കിലും ഒരൊറ്റ ഭഗവാനാണ് ഈ വിരുദ്ധ കർമ്മങ്ങൾ നിർവഹിച്ചത്. ഇങ്ങനെ നോക്കിയാൽ ഇനിയുമുണ്ട് അനേകം വൈരുദ്ധ്യങ്ങൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഭഗവത് ലീലകളെ വിലയിരുത്താനാകുക? ഈ പ്രപഞ്ചബുദ്ധി തന്നെയാണ് സൃഷ്ടി നടത്തുന്നതും നിലനിർത്തുന്നതും സംഹരിക്കുന്നതും. ആ അനന്തശക്തിക്ക് മുൻപിൽ നമസ്കരിക്കുക മാത്രമാണ് നമുക്ക് കരണീയം.